പല ഇൻ്റർവ്യൂകളിലും ജോലിക്ക് വരുന്ന ആൾക്കാരും നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും പരിതസ്ഥിതികളിലുള്ള എല്ലാവരും അഫാനെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. അപ്പം നല്ലത് മാത്രം പറയാനുള്ള ഒരു കുട്ടി, നല്ലത് എന്ന് നമ്മൾ, ചീത്ത എന്ന് നമ്മൾ ഈ സമൂഹത്തിൽ ഞാൻ ഉൾപ്പെടുന്ന മനുഷ്യർ ഒരാളെ മുദ്രകുത്തുന്നത് എങ്ങനെയാണ്? മുടി വളർത്തിയാൽ കഞ്ചാവ്, കണ്ണാടി കമ്മലിട്ടാൽ കഞ്ചാവ്, അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡിൽ കഞ്ചാവ് എന്ന് പറയുന്ന നമ്മൾ ഓരോരുത്തരും അറിയാനുള്ളത് നല്ലത് ചീത്ത എന്നത് ഇല്ല. ഒരു വ്യക്തിയെ മനുഷ്യനാക്കുക എന്ന പ്രവൃത്തി നമ്മുടെ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും മാറിപ്പോയില്ലേ? അതുകൊണ്ടല്ലേ ആദ്യത്തെ 3 ദിവസവും എല്ലാവരും കൺഫ്യൂസ്ഡ് ആയത്. ഏറ്റവും ഒടുവിൽ നമ്മൾ ഏതോ ഒരു പോലീസ് ഓഫീസർ പറഞ്ഞു ഡ്രഗ്സ് തന്നെ എന്ന് പോലീസ് ഓഫീസർ പറഞ്ഞപ്പോൾ കുറേ ആളുകൾ ഡ്രഗ്സിൻ്റെ പിന്നാലെ പോകുന്നു. നിരന്തരമായി ഡ്രഗ്സിനെ കുറിച്ചിട്ടുള്ള വാർത്തകൾ നിരന്തരമായി കഴിഞ്ഞ 3 ദിവസം കൊണ്ട് വന്നിരിക്കുന്നു. ഇവരാരും തന്നെ അഫാൻ അനുഭവിച്ച കഴിഞ്ഞ 7 വർഷം ഒറ്റപ്പെട്ട സാമ്പത്തിക, സാമൂഹിക, അരാഷ്ട്രീയ, മതപരമായ, ഉറപ്പായും മാനസികമായ വെല്ലുവിളികൾ നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? നമ്മുടെ മഹാരാജ്യത്തിനല്ലേ ഇതിൻ്റെ നഷ്ടമുണ്ടാവുന്നത്? കൊച്ചു കേരളത്തിന് മാത്രമല്ലല്ലോ, ഇന്ത്യ മഹാരാജ്യം ഒന്നടങ്കം ഈ നഷ്ടത്തിന് കാരണക്കാരാണ്. കാരണം ഇക്കണോമിക് സ്റ്റാറ്റസ് ഇക്കണോമിക് ഫോറത്തിൽ കൊണ്ടുവന്നത്, നമ്മുടെ രാജ്യസഭയിൽ കൊണ്ടുവന്നിട്ടുള്ള കൃത്യമായിട്ടുള്ള രൂപരേഖകൾ വായിച്ചു നോക്കിയാൽ അറിയാം. 10.6% മെൻ്റൽ ഹെൽത്ത് ഡിസോർഡർ യൂത്തിനുണ്ട് എന്ന് അതിൽ പറഞ്ഞിരിക്കുന്നു. അതിനായി ഒരു ബഡ്ജറ്റ് പോലും ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് ചിന്തിക്കുക. മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഭ്രാന്താണ് എന്നത് മാത്രമല്ല, അല്ലെങ്കിൽ അങ്ങനെയാണ് എന്ന് മുദ്രവൽക്കരിക്കുന്ന, അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ അടുത്തേക്ക് പോകുന്നത് നാണക്കേടാണെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം ഒരു 70% നമ്മുടെ കേരളത്തിൽ ഉണ്ടെന്നതിൻ്റെ തെളിവ് കൂടെയല്ലേ ഇത്? ഒരു സ്കൂളിൽ, ഞാൻ പലപ്പോഴായിട്ട് പറയാറുണ്ട്, ഞാൻ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലും കോളേജ് വിദ്യാഭ്യാസ മേഖലയിലുമാണ് കഴിഞ്ഞ 24 വർഷമായി ജോലിയെടുക്കുന്നതും പ്രവർത്തിക്കുന്നതും എൻ്റെ സേവനം നൽകിയിരിക്കുന്നതും. ഈ പ്രവർത്തന മേഖലകളിലൊക്കെ തന്നെ നമ്മൾ തിരിച്ചു ചിന്തിക്കേണ്ടതല്ലേ? AC റൂമുകളും AC സൗകര്യങ്ങളും റോബോട്ടിക്സും ലാബുകൾ കൊണ്ടുവരുന്നതിന് പകരം നമ്മുടെ കുട്ടികളെ മനുഷ്യനാക്കുന്ന ലാബുകൾ എവിടെ? കൃത്യതയോടുകൂടി സിലബസ് മാറേണ്ട ആവശ്യകതയില്ലേ? ഇതിന് മോണിറ്ററിംഗ് സിസ്റ്റം നമുക്ക് വരേണ്ടതല്ലേ? ഇൻ ദ സെൻസ് ഇതെല്ലാം ചെയ്ത് കാണിച്ചിട്ടാണ് കഴിഞ്ഞ 5 വർഷമായി ചെയ്ത പ്രവർത്തന മേഖലകളുടെ ആധികാരികതയോടുകൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിക്കേണ്ടതല്ലേ? നമ്മൾ കൃത്യതയോടുകൂടി മനുഷ്യനെ തിരിച്ചറിയാനുള്ള ഫൊർഗീവ്നെസ് പഠിപ്പിക്കേണ്ടതല്ലേ? എമ്പതി പഠിപ്പിക്കേണ്ടതല്ലേ? മോറൽ സ്റ്റഡീസ് പുസ്തകങ്ങൾ ഏത് സ്കൂള്, ഏത് മത സംവിധാനത്തിൻ്റെ ട്രസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണോ ആ സ്കൂൾ ഭരിക്കുന്നത്, അല്ലെങ്കിൽ ആ സ്കൂൾ നടപ്പിലാക്കുന്നത്, അവരുടെ മോറൽ സ്റ്റഡീസ് പുസ്തകം മാത്രമാണോ നമ്മുടെ കുട്ടികൾ, മതമാണോ നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടത്? മതത്തോടൊപ്പം തന്നെ ഈ ഭൗതിക ലോകത്ത് ജീവിക്കാൻ, മനുഷ്യനായി മാറാൻ ഉള്ള കഴിവുകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് ആവശ്യമല്ലേ? മീഡിയ ലിറ്ററസി വേണ്ടേ? സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുമ്പോൾ കൊടുക്കാനുള്ളത് എന്ത് റിപ്ലൈ ആണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ? നമ്മളൊരു കുട്ടിയെ ഒരു വാഷ് ബേസിനിലെ അല്ലെങ്കിൽ ഒരു ഡബ്ബിൽ മുക്കിക്കൊല്ലുന്നു എന്ന് പറയുമ്പോൾ തൊട്ട് ഇങ്ങറ്റത്ത് വരവാന്ന് നമ്മളിവിടെ നിൽക്കുമ്പോൾ നമ്മുടെ വിചാരണകൾ ഈ കുട്ടികൾക്ക് അതീതമാകേണ്ടതല്ലേ? നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടുന്ന എല്ലാവരും ഈ ഉത്തരവാദിത്വത്തിനെ ഏറ്റെടുക്കേണ്ടതല്ലേ? ഓരോ സ്കൂൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലോട്ടും മെൻ്റൽ ഹെൽത്തിൻ്റെ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പോകുമ്പോൾ അത് അമിതമായ ഒരു ചിലവാണെന്നും അത് ടൈം ടേബിൾ ഇല്ല എന്നും, നമ്മുടെ ടൈം ടേബിളിൽ ഉള്ള മലയാളവും കണക്കും സയൻസും സാമൂഹ്യ പാഠവും ഇംഗ്ലീഷും സ്പോക്കൺ ഇംഗ്ലീഷും ഹിന്ദിയും മറ്റ് എൻട്രൻസ് കോഴ്സുകളും സർവോപരി ആപ്പ് ഡെവലപ്മെൻറ്റുകളും വൊക്കേഷണൽ ഡെവലപ്മെൻറ്റുകളും സ്റ്റെം എഡ്യൂക്കേഷനും ഡ്രോണും ഗെയിം ഡെവലപ്മെൻറ്റും പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ മെൻ്റൽ ഹെൽത്തിൻ്റെ കൃത്യമായ ട്രെയിനിങ് നമുക്ക് അത്യാവശ്യം വേണ്ടതല്ലേ? അത് വേണമെന്ന് പറയുമ്പോൾ അതിനെതിരെ അതൊരു അനാവശ്യ ചെലവല്ലേ എന്ന് മലയാളി ചിന്തിക്കുന്നിടത്ത്, അല്ലെങ്കിൽ PTA സമ്മതിക്കില്ല എന്ന് മലയാളി മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മലയാളികൾ പറയുന്നൊരിടത്ത് ഇനിയും സൊഡൈക്ക് കില്ലേഴ്സ് ഉണ്ടാവില്ലേ? നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? ഇപ്പോൾ ഒരു പ്രൊജക്റ്റൈസ് ചെയ്ത് മാത്രമല്ല ഞാൻ സംസാരിക്കുന്നത്. പല സ്ഥലങ്ങളിലും സൗജന്യമായി സേവനം നടത്താൻ തയ്യാറാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ പരീക്ഷാ സമയമാണ്, പരീക്ഷാ സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ കുട്ടികൾക്ക് ടെൻഷൻ ആകും എന്ന് പറയുന്ന മാനേജ്മെൻറ്റുകളും ഇത്തരം കൊലപാതകികൾക്ക്
കൂട്ടുനിൽക്കുകയല്ലേ ചെയ്യുന്നത്? ചിന്തിക്കേണ്ടത് തന്നെയല്ലേ നമ്മൾ? പ്രിയ രക്ഷകർത്താക്കളെ, വരുന്ന കുറച്ച് ദിവസത്തേക്കെങ്കിലും ജനുവരി തൊട്ട് 2025 തൊട്ട് നമ്മൾ എന്താണ് ഈ കാണുന്നതെന്ന് വിലപിക്കാതെ നമ്മുടെ കുഞ്ഞുമക്കളെ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ടോക്സിക് വാർത്തകളിൽ നിന്നും അകറ്റി നിർത്താൻ നിങ്ങൾ അവരുമായി ഫുൾ ടൈം എൻഗേജ്ഡ് ആകാൻ ശ്രദ്ധിക്കുക. ജോലി മാറ്റിവെച്ചും നിങ്ങൾ അവരുടെ കൂടെ ആയിരിക്കുക. ഇത്തരത്തിലുള്ള വിചാരണകളിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. ഒരുവനെ 15 വയസ്സുള്ള കുട്ടികൾ കൂട്ടത്തോടെ അടിച്ചു കൊല്ലാൻ പാകമാകുന്ന രീതിയിലേക്ക് നമ്മുടെ സിസ്റ്റത്തിനെ കൊണ്ടുപോകാതിരിക്കുക. കാരണം എന്ത് ചെയ്താലും പിണറായി രാജിവെക്കണമെന്നും SFIക്കാരാണെന്നും പറഞ്ഞു തീർക്കുന്നതിലൂടെ നമ്മളുടെ ഉത്തരവാദിത്വം തീരുന്നില്ല. ഒരു കുടുംബം, ആ കുടുംബത്തിന് ചുറ്റുമുള്ള കമ്മ്യൂണിറ്റി, ആ റിലീജിയൻ, ആ റിലീജിയസ് ലീഡേഴ്സ്, ആ പൊളിറ്റിക്സ്, ആ പൊളിറ്റിക്കൽ ലീഡേഴ്സ്, സാമൂഹിക സന്നദ്ധത പ്രവർത്തകർ, സേവന സന്നദ്ധത നടത്തുന്നവർ, ഞാൻ ഉൾപ്പെടുന്ന എഡ്യൂക്കേഷനിസ്റ്റുകൾ, നമ്മൾ ഉൾപ്പെടുന്ന ഒരു വലിയ സമൂഹം, നമ്മളുടെ സോഷ്യൽ സെറ്റിങ്സ്, നമ്മുടെ പോലീസിങ്, നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ്, നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ, നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സർവോപരി നമ്മുടെ രാജ്യം ഒക്കെ ഇതിന് ഉത്തരവാദികളാണ്. കൂട്ടൊരുമയോടുകൂടി മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയൂ. ഒരു കുട്ടി ഒരു അധ്യാപകനോട് നിന്നെ ഞാൻ കൊല്ലുമടാ എന്ന് മുറവിളി നടത്തുമ്പോൾ അതിനെന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്ന സ്യൂഡോ ലിബറൽ സംവിധാനം നിർത്തലാകേണ്ടതല്ലേ? നിരന്തരമായി ശല്യക്കാരനായ ഒരു കാമുകനെ കഷായം കൊടുത്ത് കൊന്നതിൽ എന്ത് തെറ്റ് എന്നൊരു സാമൂഹിക സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന വളരെ പ്രഗത്ഭയായ ഒരു മാഡം പറഞ്ഞത് തെറ്റല്ലേ ഇക്കാര്യത്തിൽ? അങ്ങനെയാണെങ്കിൽ ഒരു അധ്യാപകനോട് കയർത്ത് സംസാരിച്ചതിൽ എന്ത് തെറ്റ് എന്ന് ചോദിച്ച മാധ്യമ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അങ്ങനത്തെ ചോദ്യത്തിന് എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചവരോ ഇത്തരത്തിലുള്ള സ്യൂഡോ ലിബറൽസോ നമ്മുടെ എല്ലാ ചെയ്തികൾക്കും ഈ കുഞ്ഞുങ്ങളുടെ ഈ അവസ്ഥയ്ക്കും കാരണക്കാരല്ലേ? എന്തെങ്കിലും ഒരു മീഡിയയുടെ ഒബ്സർവേഷൻ കമൻറ്റിൽ വായിക്കുമ്പോൾ ശിക്ഷ കൊടുക്കാത്തതാണ് കാരണമെന്ന് അവർ എടുത്തെടുത്ത് പബ്ലിക്ക് പറയുന്നു. ഇതേ പബ്ലിക്ക് ഒരു അധ്യാപകൻ തൻ്റെ കുട്ടിയെ ശാസിച്ചാൽ വെറുതെ ഇരിക്കുമോ? അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ശിക്ഷണങ്ങൾക്ക് നമ്മൾ മാതാപിതാക്കൾ തയ്യാറാകുന്നുണ്ടോ? എല്ലാ അവൈലബിലിറ്റി കൊടുക്കുന്ന നമ്മുടെ പാരൻറ്റിങ്ങും എല്ലാ കാര്യങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന, എന്ത് തെറ്റ് ചെയ്താലും കൊങ്ങയ്ക്ക് പിടിച്ചാലും എൻ്റെ മകനല്ലേ എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്ന, കൊല നടത്തിയിട്ടും 4 കൊല നടത്തിയിട്ടും കട്ടിലിൽ നിന്നും വീണ് പരിക്കേറ്റതാണെന്ന് പറയുന്ന ഉമ്മമാരും ഈ ലോകത്ത് ഉണ്ടാകാതിരിക്കണ്ടേ?